നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. കേരളത്തിൽ 100% സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സാക്ഷരതയും വിദ്യാഭ്യാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സുഹൃത്ത് സമിതി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച മാടമ്പ് സ്മൃതിപർവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ജുഡീഷ്യറിയും ചില കാര്യങ്ങളിൽ സ്ഥാപിത താൽപര്യം ബാധിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അനധികൃതമായി ബാറുകൾ അനുവദിച്ചതിന് താൻ നൽകിയ കേസ് 47 തവണ മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് KPCC മുൻ അധ്യക്ഷന്റെ വിമർശനം. ന്യായാധിപന്മാർ പലരും മാറിയിട്ടും കേസിൽ തീരുമാനമായില്ലെന്നും ഏറ്റവും ഒടുവിൽ പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചതായും VM സുധീരൻ പറഞ്ഞു. കപ്പൽ തീപിടിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാനിടയായില്ലെന്ന് കേന്ദ്രം. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട്, ശ്രീലങ്കൻ തീരങ്ങളിലാണ് കൂടുതലായും അടിയാൻ സാധ്യതയെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ സാധ്യത തീരെ തള്ളിക്കളയാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗ്നാഥ്, ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർ ചൊവ്വാഴ്ച കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചീഫ് സെക്രട്ടറിമാരും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അറബിക്കടലിൽ കത്തിയമരുന്ന ചരക്കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. തീപിടിച്ച ചരക്കപ്പലിന്റെ പരമാവധി അടുത്തെത്തി വെള്ളം ചീറ്റി തീയണയ്ക്കാനാണ് കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നത്. എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നെന്നും പൊട്ടിത്തെറി സാധ്യതയും കപ്പലിലേക്ക് അടുത്തേക്ക് പോകുന്നതിന് വെല്ലുവിളി ഉയർത്തുകയാണ്. കപ്പൽ തീപിടിച്ചിന്റെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് തീരമേഖലയിൽ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം. എണ്ണ ചോർച്ച ഉൾപ്പെടെ സാധ്യതയുള്ളതിനാൽ പൊല്യൂഷൻ റെസ്പോൺസ് ടീം തയ്യാറായിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീര ശുചീകരണത്തിന് വേണ്ടി ഏകോപനം ഉറപ്പുവരുത്താനും സേഹ് കുമാർ സിംഗ് നിർദ്ദേശം നൽകി. കപ്പൽ അപകടത്തിൽ പരിക്കേറ്റ് മംഗളൂരിലെ AJ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. 6 പേരിൽ 2 പേർ ഒഴികെയുള്ളവർ അപകടനില തരണം ചെയ്തു. ഇന്നലെ രാത്രിയാണ് ഇവരെ മംഗലാപുരത്ത് എത്തിച്ചത്. ചൈനയിൽ നിന്നുള്ള ലൂയാൻ ലീ, ഇന്തോനേഷ്യൻ പൗരനായ സോഡിറ്റൂർ ഹയനി എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. പൊള്ളൽ ശ്വാസവസ്ഥയെ അടക്കം ബാധിച്ചതായാണ് വിവരം. കേരള തീരത്ത് കപ്പലിന് തീപിടിച്ചപ്പോൾ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞു ചൈന. കപ്പലിലെ 22 ജീവനക്കാരിൽ 18 പേരെ ഇന്ത്യൻ നാവികസേനയും മുംബൈ കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിൽ തായ്വാനിൽ നിന്നുള്ള 6 പേരടക്കം 14 പേർ ചൈനീസ് പൗരന്മാരാണ്. ചൈനീസ് എംബസി വക്താവ് യു ജിങ്ങാണ് ഇന്ത്യൻ രക്ഷാസംഘത്തിന് നന്ദി പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് 5 മലയാളികളടക്കം 6 പേർ മരിച്ചു. പാലക്കാട് മണ്ണൂർ സ്വദേശികളായ റിയ, മകൾ ഡെയ്റ, തിരുവല്ല സ്വദേശി ഗീത ജോഷി ഐസക്, തൃശൂർ വെങ്കടം സ്വദേശിയായ ജസ്ന, കുറ്റിക്കാട് ചാലിൽ ജസ്ന, 1.5 മാസം പ്രായമുള്ള മകൾ റൂഫി മെഹ്റിൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റിൽ 14 പേരും മലയാളികളാണെന്നാണ് പ്രാഥമിക വിവരം. കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഖത്തറിൽ നിന്ന് ബലിപ്പെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ജൂൺ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും അതിൽ 14-16 തീയതികളിൽ ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 14 കേരളത്തിലെ മണിക്കൂറിൽ പരമാവധി 50-60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനമായി AP വിഭാഗം. സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന SSFന്റെ മുഖവാരിക റിസാല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ ആരാണ് ഒരു പണ തൂക്കം മുന്നിൽ എന്ന തലക്കെട്ടിൽ റിസാലയിൽ എഡിറ്ററുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി പിന്തുണയെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ കാന്തരൂപം സുന്നി നേതൃത്വം മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമത്ത് ഉപേക്ഷിച്ചുവെന്ന് VD സതീശൻ വിശദീകരിക്കണമെന്ന് ESYS സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹാരി സംസ്ഥാന പ്രസിഡന്റായ SS സംസ്ഥാന കമ്മിറ്റി ആണ് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ നിലമ്പൂർ ടൗണിന്റെ മാറ്റം വ്യക്തമാക്കുന്ന റീലുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. നിലമ്പൂർ ടൗൺ അന്നും ഇന്നും എന്ന അടിക്കുറിപ്പോടെയാണ് റീൽ മന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. LDF സർക്കാർ 5 കോടി രൂപ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം യാഥാർത്ഥ്യമാക്കിയ നിലമ്പൂർ ടൗൺ ആണെന്നും നിലമ്പൂരിൽ LDF തുടരുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ പേരിൽ M സുരാജിന്റെ ഭരണത്തിനെത്തിയ ആൾക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ് സോഷ്യൽ മീഡിയ കുറിപ്പിൽ അറിയിച്ചു. സുപ്രീംകോടതി പോലും അംഗീകരിക്കാത്ത ചക്രപാണിയുടെ ഘടകം നിയമിച്ച വ്യക്തിയാണ് M സുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് വേണ്ടി നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ അവകാശപ്പെട്ട് എത്തിയ ശ്രീജിത്തെന്നും ഭദ്രാനന്ദ് പറഞ്ഞു. പ്രായമായവരിലും മറ്റു അനുബന്ധ രോഗമുള്ളവരും കോവിഡ് ഗുരുതരമാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികളും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന നിലയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫോൺ കോൾ
കൃത്യമായ മറുപടി നൽകാതിരുന്ന വനിതാ ജീവനക്കാർ അടക്കം 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയിക്കാനുമാണ് KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചത്. ഇവിടേക്ക് വരുന്ന യാത്രക്കാരുടെ ഫോൺ കോളിൽ കൃത്യമായി മറുപടി ലഭിക്കുമെന്ന് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. AK സെന്റർ ആക്രമണ കേസിൽ പ്രതിക്ക് വിദേശത്ത് പോകാൻ അനുമതിയില്ല. പാസ്പോർട്ട് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കേസിലെ 2ാം പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഭാര്യയും കുഞ്ഞിനെയും കാണുവാനും വിസ പുതുക്കാനും വേണ്ടി പാസ്പോർട്ട് തിരികെ തരണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം അംഗീകരിച്ചാൽ പ്രതി വീണ്ടും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇതംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്ക് ചോദ്യം ചെയ്ത് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നിർദ്ദേശം. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതി മുകേഷ് M. നായർ മുഖ്യാതിഥി പങ്കെടുത്ത സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. TS പ്രദീപ് കുമാറിനെ സ്കൂൾ മാനേജറാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതി ചടങ്ങിൽ എത്തിയതിനാൽ ഹെഡ്മാസ്റ്റർക്ക് വീഴ്ചയുണ്ടായെന്ന് DDA നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എറണാകുളം ഉദയംപേരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പ്രാർത്ഥനാ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിനെതിരെ പോലീസ് കേസ്. രാജ്യങ്ങളുടെ ക്ഷേമത്തിന് നടത്തിയ പ്രാർത്ഥനകൾക്കിടെ പാകിസ്ഥാന്റെ പതാകയും ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി BJP ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസ്. കൊല്ലം പോരുവഴിയിൽ ഓട്ടിസം ബാധിതയ്ക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. 49-കാരനായ അൻഷാദാണ് പിടിയിലായത്. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അൻഷാദിനെ പോലീസ് പിടികൂടിയത്. ശൂരനാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ അച്ഛനൊപ്പം കൂൺ പറിക്കാൻ പോയ 1.5 വയസ്സുകാരിക്ക് നേരെ അജ്ഞാത മൃഗത്തിന്റെ ആക്രമണം. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു സംഭവം. പരിക്കേറ്റ കുട്ടിയെ കൽപ്പറ്റയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത്. കരിങ്കല്ലത്താണി മണലംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞായിരുന്നു അപകടം നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാനായി കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരിച്ചെത്തി. ദൗത്യം ഫലം കണ്ടുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചുവെന്നും തരൂർ MP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പനാമ, ഗയാന, കൊളംബിയ, ബ്രസീൽ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് തരൂർ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സന്ദർശനം നടത്തിയത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ EDക്ക് മുൻപായി റോബർട്ട് വാദ്ര ഇന്നലെയും ഹാജരായില്ല. മേഘാലയയിൽ ഹണിമൂണിനെത്തിയ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായകമായ മൊഴി. പോലീസ് അറസ്റ്റ് ചെയ്ത നവവധു സോനം രഘുവൻസിയുടെ കാമുകന്റെ മൊഴിയാണ് പുറത്തുവന്ന്. ഭർത്താവിനെ കൊല്ലണമെന്ന് മാത്രമല്ല, സോനം ആവശ്യപ്പെട്ടെന്ന് എങ്ങനെ കൊലപാതകം മൂടിവെക്കാമെന്നുള്ള ആശയം കൂടിയാണ് കാമുകനായ രാജ് കുഷായ്ക്ക് സോനം നൽകിയത്. അമേരിക്കയിൽ ഇന്ത്യൻ യുവാവിന് പോലീസിൽ നിന്ന് ക്രൂരപീഡനം നേരിട്ടുന്ന ആരോപണം പ്രതികരിച്ച് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചത്. ന്യൂയോർക്ക് ലിബർട്ടി വിമാനത്താവളത്തിൽ ഒരു ഇന്ത്യൻ യുവാവിനെ നിലത്തിട്ട് കൈകൾ പിന്നിൽ ബന്ധിക്കുന്ന എയർപോർട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണഖനി പ്രവർത്തനത്തിന് സജ്ജമായി. ആന്ധ്രാപ്രദേശിലെ ജോനാഗിരിയിലാണ് സ്വർണ്ണഖനിയിൽ ഖനനം ആരംഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മറുപടിക്കായി പ്രിയങ്കയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. മഹാകുംഭമേളയിൽ തിക്കും തിരക്കും കാരണമുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം UP സർക്കാരിന്റെ കണക്കുകളേക്കാൾ ഇരട്ടിലധികം വരുമെന്ന് BBC അന്വേഷണ റിപ്പോർട്ടുകൾ. സ്കൂൾ ഫണ്ടിൽ കേന്ദ്രത്തിന് നിർദ്ദേശവുമായി മദ്രാസ് ഹൈക്കോടതി. RTA നിയമത്തിന്റെ പരിധിയിലെ കേന്ദ്ര വിഹിതം സംസ്ഥാനത്ത് അനുവദിക്കണമെന്നും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്നും സമഗ്ര ശിക്ഷാ പദ്ധതി ചട്ടങ്ങളുമായി ഇത് ബന്ധിപ്പിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗാസയിൽ ഇസ്രായേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ദില്ലിയിലെ ഇസ്രായേൽ എംബസിയിലേക്ക് SFI മാർച്ച് നടത്തി. ഓസ്ട്രേലിയ ഹൈസ്കൂളിലെ വെടിവയ്പിൽ 9 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റതായി പോലീസ്. ഓസ്ട്രേലിയൻ നഗരമായ ഗ്രാസിലാണ് വെടിവയ്പുണ്ടായ. മരിച്ചവർ വിദ്യാർത്ഥികളും അധ്യാപകരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂളിൽ വെടിവയ്പ് നടത്തിയ അക്രമി സ്വയം വെടിവെച്ച് മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭം കലാപമായി മാറിയാൽ തീർച്ചയായും കലാപ നിയമം ഉപയോഗിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ വെറുക്കുന്നവരാണ് അവരെന്നും സുരക്ഷാ സേനയെ എതിർക്കാൻ ശ്രമിച്ചാൽ കടുത്ത രീതിയിൽ തന്നെ നേരിടുമെന്നും ട്രംപ് പ്രതിഷേധക്കാർക്ക് താക്കീത് നൽകി. പ്രക്ഷോഭം തുടർന്ന ലോസ് ഏഞ്ചലസിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള കമാൻഡോ ഭാഗമായി 700 മറീനുകളെ വിന്യസിച്ചിരുന്നു. 4000 നാഷണൽ ഗാർഡുകളെയും 700 നാവികസേനകളെയും നിയോഗിച്ചതിന് പുറമെയാണിത്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമായുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.